സബ്ജക്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ബെറ്റർ പാരന്റിങ്. അപ്പോ അത് നമുക്ക് അതിപ്പോ മലയാളത്തിൽ ഏറ്റവും നല്ല മെച്ചപ്പെട്ട ഒരു രക്ഷകർതൃത്വം അത് ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ അത് പഠനത്തിന് സഹായിക്കുന്ന രീതിയിലാക്കുക. അതിപ്പോ ഇങ്ങനത്തെ ഒരു വിഷയം പറയുമ്പോ ഇത് ഈ പറയുന്ന ഈ വാക്കുകള് രണ്ട് തരത്തിലുള്ള ആളുകളുടെ നേരെ വിരൽ ചൂണ്ടും. ഒന്ന് ഈ സംസാരിക്കുന്ന ആള്, ഒന്ന് ഇത് കേൾക്കുന്ന ആള്. അപ്പൊ ചോദ്യം ഇതായിരിക്കും, നമ്മള് നല്ല രക്ഷകർത്താക്കളായിരുന്നോ? അത് പ്രായമുള്ള ആൾക്കാരുടെ ഇടയിലാണെങ്കിൽ നിങ്ങൾ നല്ല രക്ഷകർത്താവായിരുന്നോ? നിങ്ങൾ അങ്ങനെ കുട്ടികളെ നല്ല പഠനത്തിന് സഹായിച്ചോ എന്നൊരു ചോദ്യം വരും. അതിപ്പോ ഈ സംസാരിക്കുന്ന എനിക്കും ബാധകമാണ്, കേൾക്കുന്ന നിങ്ങൾക്കും ബാധകമാണ്. പക്ഷെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറയാം, ഒരു 75 80 വയസ്സൊക്കെ ആയ ആള് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ കാര്യത്തിൽ നമുക്കത് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ മറ്റു കേൾക്കുന്ന ആളുടെ കാര്യത്തിലും പറയാൻ പറ്റൂല. അത് നിങ്ങൾ എങ്ങനെയായിരുന്നു, എങ്ങനെ ജീവിച്ചു, എന്ത് കൊടുത്തു, നിങ്ങളുടെ കുട്ടികൾക്ക് എങ്ങനെ എന്ത് കൊടുത്തു, അതൊക്കെ നമുക്ക് നിർണയിക്കാൻ പറ്റുന്ന സംഗതികളല്ല. ഇതിൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പോ രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും, രക്തബന്ധത്തിലുള്ള അച്ഛനും അമ്മയാകാം, അല്ലെങ്കിൽ തീരെ രക്തബന്ധമില്ലാത്ത എടുത്തു വളർത്തിയ രക്ഷകർത്താക്കളാകാം, അല്ലെങ്കിൽ സഹോദരനാകാം, അല്ലെങ്കിൽ സഹോദരിയാകാം, അല്ലെങ്കിൽ മുത്തച്ഛനാകാം, അങ്ങനെ ഒരു ബന്ധമില്ലാത്ത ആളുമാകാം. അപ്പൊ ഇതൊക്കെ രക്ഷകർത്താവായിട്ട് വരാം. ഈ രക്ഷകർത്താക്കളെല്ലാം തന്നെ ഇപ്പോ പാരന്റിങ്, രക്ഷകർത്താവ് എങ്ങനെയാണ് അവരെ വളർത്തുന്നത്, ആ എന്ത് ലഭിക്കും, ജീവിതം നയിക്കാനുള്ള ഒരു കഴിവ്, അതിനുള്ള ബുദ്ധിശക്തിയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് പല വസ്തുതകളുണ്ട് അതിൽ. ഇപ്പൊ ഉദാഹരണത്തിന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജനിതകം. നമ്മുടെ ജനിതകം വളരെ പ്രധാനമാണ്, വളരെ വളരെ പ്രധാനം. ജനിതകത്തിന് ഒരു പകുതിയിലേറെ വളരെ ഇൻഫ്ലുവൻസ്, സ്വാധീനമുണ്ട്. നിങ്ങൾ ആരായിത്തീരും, എന്തായിത്തീരും ഓരോരുത്തരുടെയും ജനിതകം വളരെ പ്രധാനപ്പെട്ടതാണ്. ജനിതകം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാട്. ഇപ്പോ എൻ്റെ ചുറ്റും ആരൊക്കെയാണ് എന്നെ വളർത്തിയത്, ഏത് ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത്. അതില് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മാനസികമായിട്ടുള്ള പല സംഗതികളുണ്ട്, സാമൂഹ്യമായിട്ടുള്ള പല സംഗതികളുണ്ട്. കേൾക്കുന്നുണ്ടോ ഇത്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. സാമൂഹ്യ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, വൈകാരികമായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ കടന്നുപോയിട്ടുള്ള ഒരു തലച്ചോറാണ് ഒരു മദ്യാസക്ത രോഗിയുടെ ബ്രെയിൻ. ഈ വസ്തുതകളെല്ലാം പടിപടിയായി കടന്നുപോയിട്ടുണ്ട് അതിലെ കൂടി. അങ്ങനത്തെ ഒരു ബ്രെയിനാണത്. അതേപോലെ തന്നെ ആ ആളുടെ കൂടെ ജീവിച്ച ആളുകള്, അവരുടെ ഭാര്യമാര്, അല്ലെങ്കിൽ മക്കള്, സഹോദരങ്ങൾ, അച്ഛനമ്മമാര്, അവരുടെ ബ്രെയിനിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം കടന്നുപോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ അന്തരീക്ഷത്തില്, ഈ ഒരു ചുറ്റുപാടിൽ ഇത് സംസാരിക്കുമ്പോ ഇതില് ഒത്തിരി കണക്ക് കൂട്ടലുകളൊക്കെ വേണ്ടി വരും. അപ്പൊ ഇതിലിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരുപക്ഷെ ചെറുപ്പക്കാരായിട്ടുള്ള, ഇപ്പോ റിക്കവറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആൽക്കഹോളിക്കിന്, പ്രായം കുറഞ്ഞ ഒരു ആൽക്കഹോളിക്കിന്, അവരുടെ കുടുംബത്തിനൊക്കെ ആയിരിക്കും കൂടുതൽ ഫലപ്രദം. അതേസമയം വളരെ മുതിർന്ന മക്കളൊക്കെ ഉള്ളൊരു ആൽക്കഹോളിക്കിനൊക്കെ
അല്ലെങ്കിൽ റിക്കവറി ആയി നടന്ന ആൾക്കും കുടുംബത്തിനൊന്നും അത്ര വലിയൊരു തിരിച്ചറിവ് കിട്ടുമെന്ന് എനിക്ക് സംശയമാണ്. പക്ഷെ ഇത് തിരിച്ചറിവ് കിട്ടും. അത് ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. അതേസമയം ചെറുപ്പത്തിലെ കിട്ടുന്ന തിരിച്ചറിവുകൾ, ഇപ്പൊ ഉദാഹരണം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ വളർന്നതെന്നോ വലുതായതെന്നോ ഒന്നും അവർ ഓർമ്മിക്കില്ല. ഞാനൊരു സാധാരണ എൻവയോൺമെന്റിൽ വളർന്നത് മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ. അപ്പൊ എത്രയും നേരത്തെ ഒരു റിക്കവറി ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ടോ അത്രയും ബെറ്ററാണ്. അപ്പോൾ പുതിയതായിട്ടുള്ള റിക്കവറി ആയിട്ടുള്ള ഒരു ആൽക്കഹോളിക്കിനെ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരാൾക്ക് അവരുടെ കുട്ടികളിലും അവരുടെ കുടുംബാംഗങ്ങളിലും വലിയ വലിയ മാറ്റങ്ങൾ തിരിച്ചറിവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഇന്നലെ എനിക്ക് UK-യിൽ നിന്ന് ബ്രിട്ടനില് ഏതോ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ആ സുഹൃത്ത് വിളിച്ചപ്പോ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് അനുസരിച്ച് അദ്ദേഹം ഒരു പൂർണ്ണമായിട്ടും ആൽക്കഹോളിസത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു 15 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ രോഗം ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ വലുതായിക്കൊണ്ട് അദ്ദേഹം ഈ രോഗത്തിന്റെ തീവ്രതയുടെ ഉള്ളിലാണ് ഇപ്പോ. ശരിക്കും തീവ്രമായ രോഗത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ജോലി ചെയ്യുന്ന ഒരു ഭാര്യയുണ്ട്, നേഴ്സായ ഭാര്യയുണ്ട്, പിന്നെ ഒരു 4 വയസ്സുള്ള കുട്ടിയുണ്ട്, ചെറിയ കുട്ടി. അപ്പൊ ആ കുട്ടിക്ക് കിട്ടുന്ന ആ ഒരു രക്ഷകർതൃത്വം, അല്ലെങ്കിൽ അത് പഠിക്കാനുള്ളൊരു അവസരം, അതിനെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഭീകരമായിരിക്കും എന്നുള്ളത് ആലോചിച്ച്. ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് മദ്യപാന രോഗത്തിന്റെ അല്ലെങ്കിൽ മറ്റ് മാനസിക രോഗങ്ങളുടെയും അല്ലെ അഡിക്ഷൻ രോഗത്തിന്റെ ഒക്കെ വലിപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ അവസ്ഥകൾ നമ്മൾ സങ്കല്പിക്കുമ്പോഴാണ്. ആ അവസ്ഥകൾ, ആ ചുറ്റുപാടില് ഇപ്പൊ അദ്ദേഹം റിക്കവറി ആയതിനു ശേഷം അദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അതിനെപ്പറ്റിയാണ് ഇപ്പൊ നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അതെന്താകും? അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു ശൂന്യതയാണ് അവിടെ വരുന്നത്. അപ്പൊ എല്ലാം തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ റിക്കവറിയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഒരുവിധം മെച്ചപ്പെട്ട ഒരു റിക്കവറിയിൽ നിന്നാണ് അതെല്ലാം തുടങ്ങുന്നത്. ആ കുടുംബം രക്ഷപ്പെടുന്നു, ആ കുട്ടിയുടെ ശാരീരിക, മാനസിക, വൈകാരികമായിട്ടുള്ള വളർച്ച, അതിന്റെ പഠനം, ഇതൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ റിക്കവറിയിലാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യുന്ന ഇതിന്റെ ഒരു വലിപ്പം എന്താണെന്ന് വെച്ചാൽ അതാണ്. മറ്റു ഉപദേശങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഗതി ഉപദേശങ്ങളൊക്കെയാണ്. നമുക്കിതിൽ ഉപദേശമല്ല, നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കും. മാറ്റത്തിന് കഴിവുണ്ടോ എന്നുള്ളതാണ്. ഈ മാറ്റം എന്നുള്ള വാക്ക് ഭയങ്കര സംഭവമാണ്. ഇപ്പോ ഒരാൾക്ക് മാനസികമായിട്ട്, അയാളെ ഒരു ആൽക്കഹോളിക് ആയിക്കോട്ടെ, എന്നാൽ പോലും അയാൾക്ക് ചില മാനസികമായ ആരോഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ രക്ഷകർത്തത്തിനും അതുപോലെ മെച്ചപ്പെട്ട ഒരു പഠനത്തിനും, ജീവിതത്തെ തന്നെ നമ്മൾ പഠിക്കുന്നത് ജീവിക്കാനുള്ള പഠനമാണ്, അതിനൊക്കെ സഹായിക്കും. ഇവൻ മദ്യം കഴിക്കുന്ന കുറച്ചൊക്കെ മാനസിക ആരോഗ്യമുള്ളവരുണ്ട്. അപ്പൊ ആ മാനസിക ആരോഗ്യം എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഒന്ന്, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മാറ്റത്തിനുള്ളൊരു കഴിവ്. എനിക്ക് മാറണം, ഞാൻ മാറിയേ പറ്റൂ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു ആൽക്കഹോളിക്, അയാൾ പെട്ടെന്ന് തന്നെ അതിനുള്ള സ്റ്റെപ്പ്, ഒരു ആക്ഷനിലേക്ക് വരും അയാൾ. അപ്പൊ മാറ്റത്തിനുള്ളൊരു കഴിവ്, അത് ഒരു മാനസികാരോഗ്യത്തിന്റെ ഒരു ലക്ഷണമാണത്. മാറ്റം, എനിക്ക് മാറണം. രണ്ടാമത്, അയാൾക്ക് സ്നേഹിക്കപ്പെടാനുള്ളൊരു കഴിവുണ്ടോ, സ്നേഹത്തെ പറ്റിയുള്ള ഒരു അറിവുണ്ട്, തിരിച്ചറിവുണ്ട്. അപ്പോൾ നമ്മൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വളർച്ച ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ബോൺസായി ആയിട്ട് ഒരു ചട്ടിയിൽ നിന്ന് അങ്ങനെ മുരടിച്ച് അങ്ങനെ പോകും. അല്ലാതെ വളർന്ന് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷം പോലെ ഇങ്ങനെ വളർന്ന് വലുതായി വരുന്നൊരു സംഗതിയാണ്. അപ്പൊ ആ വളർച്ച ഉണ്ടാകണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ വളവും വെള്ളമൊക്കെ ഈ സ്നേഹം ആണ്. ഈ സ്നേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു കഴിവ്, അത് കൊടുക്കാനുള്ള കഴിവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ആൽക്കഹോളിക്ക് അത് എത്രമാത്രം കഴിവുണ്ട്, ഒരു സ്നേഹം കൊടുക്കാനും അത് സ്വീകരിക്കാനുള്ള കഴിവ്. ചില ആളുകൾക്കൊക്കെ ഉണ്ട് കുറച്ചൊക്കെ,
പക്ഷെ അങ്ങനെയുള്ള ആളുകളുടെ ബന്ധുക്കളും കുട്ടികളൊക്കെ കുറച്ചൊക്കെ രക്ഷപ്പെടും. പിന്നെ അവരുടെ കഴിവ് മുരടിച്ചു പോവില്ല. അപ്പൊ രണ്ടാമത്തെ സംഗതി അതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ വൈകാരികമായിട്ട് ഉള്ള ഒരു തിരിച്ചറിവ്. അതിപ്പോ സന്തോഷമോ സങ്കടമോ ദേഷ്യമോ വെറുപ്പോ ഭയമോ ഇതൊക്കെ നമ്മുടെ വൈകാരിക അവസ്ഥകളാണ്. ഈ വൈകാരിക അവസ്ഥകളിലൊക്കെ തന്നെ അതിനെ ഒരു മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അമിതമായ ആനന്ദത്തിന്റെ പുറകെ പോകുന്നവര് പിടിച്ചാൽ കിട്ടൂല. അപ്പൊ അങ്ങനെയുള്ളൊരു ഭയങ്കരമായിട്ട് പ്ലഷർ ഹണ്ടിങ്, അതായത് എനിക്ക് മറ്റുള്ളവരുടെ പുറകെ ഇങ്ങനെ സന്തോഷത്തിന് വേണ്ടി പോകണം, അല്ല എന്റെ തന്നെ ആന്തരികമായ സന്തോഷത്തിന് വേണ്ടി, അങ്ങനെ 24 മണിക്കൂറും സന്തോഷത്തിന് വേണ്ടി തന്നെ. അതിന് ചിലപ്പോൾ ഒരാൾ ആശ്രയിക്കുന്ന ഒരു കെമിക്കലിനാകാം, ചിലപ്പോൾ ഒരാൾ ആശ്രയിക്കുന്ന മറ്റുള്ളവരെ വാലേ തൂങ്ങി നടക്കാനായിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ ചില ആൾക്കാർ പൈസയുടെ പുറകെ ആയിരിക്കാം. അങ്ങനെ പല തരത്തിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു സംഗതിയിൽ നിന്ന് വേർപെട്ട് എന്റേത് എന്നുള്ള ഒരു ചിന്ത വരും. എന്റെ സന്തോഷം, എന്റെ ദുഃഖം അതൊക്കെ ഞാൻ മറ്റുള്ളവരുമായിട്ടും എന്റെ വേണ്ടപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുകയോ എനിക്ക് അവരിൽ നിന്നൊരു ഒരു സഹായം കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ വൈകാരികമായിട്ട് എനിക്ക് ഒരു മെച്ചപ്പെടൽ ഉണ്ടാവുള്ളൂ, ഒരു മേന്മ ഉണ്ടാവുള്ളൂ. ഇത് പല ആളുകൾക്കും സാധിക്കുന്നില്ല. മദ്യാസക്തന്റെ കാര്യത്തിൽ അതൊന്നും ആലോചിക്കാനേ പറ്റില്ല. അത്രമാത്രം ഒരു ഹൈ ആയിട്ടുള്ള ഇതിൽ കൂടിയാണ് അയാൾ സഞ്ചരിക്കുന്നത്. അയാൾ വേറെ ഏതൊരു ലോകത്തിൽ തന്നെ. അപ്പൊ ഒരു പ്രശാന്തതയുടെ ഒരു സമതലത്തിലേക്ക് വരണമെങ്കിൽ ഈ വൈകാരിക അവസ്ഥകളെ നമ്മൾ തന്നെ സ്വയം ബോധം കൊണ്ട് മനസ്സിലാക്കാനുള്ള ഇതുണ്ട്. അതുകൊണ്ട് അയാളുടെ റിക്കവറി വളരെ പ്രധാനമാണ്. ഒരു സമതലത്തിലേക്ക്, നിരപ്പായ ഒരു സ്ഥലത്തിലേക്ക് അയാൾ എത്തണം വൈകാരികതയുടെ കാര്യത്തിൽ. അത് പലപ്പോഴും നമ്മളെ ചുറ്റുപാടുകൾ നമ്മളെ വഴിതെറ്റിക്കുന്നതാണ്. നമ്മളൊന്നും ഇന്ന് ഈ ഏയിൽ പറയുന്ന പോലെ നമ്മളൊന്നും അങ്ങനെ അത്ര വലിയ പുണ്യവാളന്മാരോ പുണ്യവാളത്തികളോ അല്ല. അതിന്റെ കാരണം നമ്മുടേതായിട്ടുള്ള ചുറ്റുപാടുകൾ. ഇപ്പൊ പലപ്പോഴും ദാരിദ്ര്യത്തിൽ വളർന്നിട്ടുള്ള മക്കളൊക്കെ അവിടുത്തെ ഭാഷ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ശിക്ഷാവിധികള്, അവിടുത്തെ ഭക്ഷണം, ഇതൊക്കെ ഒരു കുട്ടിയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനെയൊക്കെ അതിജീവിച്ച് വേണം അത് വളർന്ന് വലുതായി പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. അതുപോലെ അതിന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം, അധ്യാപകരോടുള്ള സ്നേഹ ബഹുമാനങ്ങള്, അവിടെ കുട്ടികൾ കൊടുക്കുന്ന സ്നേഹം, അതൊക്കെ അതിൽ കൂടിയൊക്കെയാണ് അത് വളർന്നു വരുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള ഈ കുടുംബങ്ങളില് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ സംരക്ഷകരാണ്. നമ്മളെ വൈകാരികാവസ്ഥകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്, നല്ല അധ്യാപകരാണ്. അവരെ പറ്റിയൊക്കെ ഓർമ്മിക്കുമ്പോൾ പലപ്പോഴും നമ്മള് ആ ഒരു അന്തരീക്ഷത്തിലേക്ക്, നമ്മൾ വളർന്ന ആ ഒരു ചുറ്റുപാടിലേക്കും നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്ത സേവനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ മരിക്കുന്നവരെ ഓർമ്മിക്കുന്നതാണ്. എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ വളർന്നതൊരു ചുറ്റുപാട്, എൻ്റെ ചുറ്റുപാട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ മദ്യാസക്തനായിട്ടുള്ള ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു മദ്യപാനിയുടെ മകനായിട്ട് ജനിച്ച ആളാണ് ഞാൻ. അങ്ങനെ എൻ്റെ അമ്മയാണെങ്കിൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു. പിന്നെ അദ്ദേഹം ഒരു ഭീകരമായിട്ടുള്ള ശാരീരിക, മാനസിക, വൈകാരിക അവസ്ഥകളേക്ക് ഞങ്ങളെ ചവിട്ടി താഴ്ത്തിയ ഒരാളാണ്. അപ്പൊ അതിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സഹായം കിട്ടിയത് എൻ്റെ അധ്യാപകരാണ്. അപ്പൊ അതില് ഇപ്പൊ 1-ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ആ ചാക്കോ മാഷൊക്കെ ഞാൻ സാറിനെയൊക്കെ ഓർക്കുമ്പോൾ ഇന്നും ഞാൻ സ്വന്തമായിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ മടക്കി കുത്തിയിട്ട് ഞാൻ ഓർമ്മകളിൽ പോലും ആ മുണ്ടിന്റെ മടക്കിക്കുത്ത് അഴിച്ച് നേരെ നിന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകള്, കാരണം അത്രയ്ക്ക് മാത്രം ബഹുമാനമായിരുന്നു. അപ്പൊ പിന്നെ നല്ല സുഹൃത്തുക്കള്, ആ കാലത്ത് കിട്ടിയ പല സുഹൃത്തുക്കള്. അപ്പൊ ഇതൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ്. അപ്പൊ നമ്മുടെ തലച്ചോറും വേറൊരാളുടെ തലച്ചോറുമായിട്ടുള്ള ആ ബന്ധപ്പെടല്, അതിൽ കൂടിയാണ് നമ്മൾ ചുറ്റുപാടിനെയൊക്കെ അതിജീവിക്കുന്നത്. പലപ്പോഴും മോശപ്പെട്ട ചുറ്റുപാടിനെയൊക്കെ നമ്മൾ അതിജീവിക്കുന്നത് നല്ല ബ്രെയിൻ നമ്മളെ സ്വാധീനിക്കുമ്പോഴാണ് നമ്മൾ
പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നു. അപ്പോൾ ബ്രെയിൻ ടു ബ്രെയിൻ ഇൻട്രാക്ഷൻ, വ്യക്തികൾ തമ്മിലുള്ള ആ ഇൻട്രാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ വളരെ പ്രധാനപ്പെട്ട. പിന്നെ നമുക്ക് കിട്ടുന്ന ഭക്ഷണം, നമ്മൾ തലച്ചോറിന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ടത് ഭക്ഷണം തന്നെയാണ്, ന്യൂട്രീഷൻ. ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ന്യൂട്രീഷനെ പറ്റിയൊക്കെ നല്ലൊരു അറിവുണ്ടെങ്കിലേ കുട്ടികളെ ശരിക്കും വളർത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചെറിയ കുട്ടികൾക്ക് അവരുടെ തലച്ചോറിന്റെ വളർച്ചയ്ക്ക് പ്രോട്ടീൻസ് ഒക്കെ വളരെ അത്യാവശ്യമാണ്. അതുപോലെ വൈറ്റമിൻസ്, ചില ലവണങ്ങൾ, സിങ്ക് പോലെയുള്ള ലവണങ്ങൾ, ഇതൊക്കെ പുതിയ സയൻസ് നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്, അറിവുകളാണ്. അതേസമയം ഒരു ദാരിദ്ര്യം, ഒരു മധ്യാസക്തന്റെ കുട്ടികളുടെ കാര്യം നോക്കാം, അവിടെ ഭക്ഷണം ഉണ്ടെങ്കിലുണ്ട്, കിട്ടിയാൽ കിട്ടി. അതും പോഷകമുള്ള ഭക്ഷണം എവിടെ നിന്ന് കിട്ടും ചിലപ്പോൾ. അപ്പോൾ ഭക്ഷണം, ഇതിനൊക്കെ പുറമെ സ്നേഹം, ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്നേഹം, ആ വൈകാരിക അവസ്ഥകളിൽ ഒരു സമാധാനത്തിലേക്ക് എത്താനുള്ള ഒരു ചുറ്റുപാട്. ഇതുകൂടാതെ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ഓരോ ദിവസത്തെ സ്വഭാവങ്ങൾ, അച്ചടക്കത്തിനുള്ള ഒരു സ്വഭാവം. ഉദാഹരണത്തിന് അതിലേറ്റവും കൂടുതൽ അമ്മയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അമ്മയുടെ ശാരീരിക സംസർഗം, അമ്മ പകരുന്ന ആത്മവിശ്വാസം, അറ്റാച്ച്മെന്റ്, എനിക്ക് സംരക്ഷണം തരും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം, ആ സ്നേഹം പകർന്നു തരുന്നതും, ശാരീരികമായിട്ടുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ്, എനിക്ക് നടക്കാൻ പറ്റും എന്നുള്ള ഇത് എനിക്കുണ്ടാക്കി തന്നത് എൻ്റെ അമ്മയാണ്. എന്നെ നടത്തിക്കുന്നതും എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ സഹായിക്കുന്നതും അമ്മയാണ്. അപ്പോൾ അമ്മ നൽകുന്ന ആ ശാരീരിക മാനസിക സാമീപ്യം, അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ ചിട്ടകൾ, അപ്പോൾ പല കുട്ടികളുടെയും വളർച്ചയിൽ ഈ അമ്മ പഠിപ്പിച്ച ചിട്ടകൾ, അവരിപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ്, അതായത് ഇപ്പോൾ മലമൂത്ര വിസർജ്യത്തിന് സഹായിക്കുന്നത് മാത്രമല്ല, ഒരു ബെഡ് എങ്ങനെ വൃത്തിയായിട്ട് അത് സൂക്ഷിക്കണം, കുളിക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ, ഇതൊക്കെ അമ്മയിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. അപ്പൊ ഈ തരത്തിലെ രക്ഷകർത്താവിന് ഒത്തിരി ആത്മവിശ്വാസവും വൈകാരികമായിട്ടുള്ള സപ്പോർട്ടും ഒക്കെ കൊടുക്കാനായിട്ട് കഴിയും. ഇത് കൂടാതെ ഈ പിയാജറ്റ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പഠിപ്പിച്ച ചില സംഗതികളുണ്ട്. ഇപ്പോൾ അത് എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ശാരീരികമായിട്ട് ഒരു ടച്ച്, സ്പർശനം, ഓമനിക്കല്, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. സ്നേഹത്തിന്റെ പ്രകടനം അതൊക്കെയാണല്ലോ, അതെല്ലാവരും അറിയേണ്ട സംഗതിയാണ്. ഇത് കൂടാതെ തന്നെ മാനസികമായിട്ടുള്ള ഒരു ചിട്ടകൾ പാലിക്കാനുള്ള ഇത്, ഇന്നത് എടുക്കുമ്പോൾ അത് നോ, വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില രക്ഷകർത്താക്കൾ അതോറിറ്റേറ്റീവ് ആണ്. അതോറിറ്റി വെച്ചാൽ അച്ചടക്കം അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒബീഡിയൻസ് അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള രക്ഷകർത്താക്കൾ. പക്ഷെ ഈ ഒബീഡിയൻസും സ്നേഹവും ഒരുമിച്ച് വരുമ്പോൾ ഈ അതോറിറ്റി, ഞാനൊരു കുട്ടിയുടെ ഞാനെന്തോ ഒരു ഉടമസ്ഥനാണെന്നുള്ള മട്ടിൽ അടിച്ചേൽപ്പിക്കൽ മാത്രമാകുമ്പോൾ അത് ചിലപ്പോൾ കുഴപ്പത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അത് മിനിമം ആയിട്ടുള്ള ഒരു അതോറിറ്റി വേണം. മിനിമം അതോറിറ്റി രക്ഷകർത്താവിന് ആവശ്യമുണ്ട്. അതേപോലെ സ്നേഹമുണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള ബന്ധങ്ങളും കുട്ടിക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. എന്നെ സംരക്ഷിക്കും, എൻ്റെ സംരക്ഷണം ഉണ്ട് എനിക്ക് എന്നുള്ള ആ ഒരു അറിവും ആ കുട്ടിക്ക് ലഭിക്കണം. അതുകൂടാതെ ഓരോന്നും ചിട്ടയോടുകൂടി ചെയ്യുന്ന ഒരു പരിശീലനം. ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, ഇത്ര ഇന്ന സമയത്ത് നേരത്തെ കിടക്കണം. കൂടുതൽ ഉറക്കം കുട്ടിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഉറക്കത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ
കുട്ടിക്ക് ശരിക്കും ഉറങ്ങാനുള്ള സൗകര്യം, നേരത്തെ പറഞ്ഞ പോലെ നല്ല പോഷക മൂല്യമുള്ള ഭക്ഷണ സാധനങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നത്, ഇതൊക്കെ അമ്മയുടെ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പാരന്റിങ്ങിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതുകൂടാതെ കുട്ടിയുടെ മാനസിക വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മാനസിക വളർച്ചയിൽ കുട്ടി എങ്ങനെ ചിന്തിക്കുന്ന, ഇപ്പോൾ ഈ ടോയ്സ്, നമ്മൾ കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ, അത് അവൻ എങ്ങനെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം, മാനസികമായിട്ടുള്ള രോഗമുള്ളൊരു കുട്ടിയാണെന്ന് വേണമെങ്കിൽ നേരത്തെ തിരിച്ചറിയാൻ പറ്റും. ആ കുട്ടി ആ കളിപ്പാട്ടത്തിനോട് ഉള്ളിൽ മാത്രമായിരിക്കും ശ്രദ്ധ. ചിലപ്പോൾ വളരെ സ്നേഹമുള്ള സ്വന്തക്കാരോ ആരോ കൂട്ടുകാരോ വന്നാൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആ കളിപ്പാട്ടത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് അവിടെ മാനസികമായിട്ട് എവിടെയോ ഒരു പ്രശ്നമുണ്ട്. ആ കളിപ്പാട്ടത്തിന്റെ ഉള്ളിൽ മാത്രമാണ് അവന്റെ ശ്രദ്ധ. അപ്പൊ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ചുറ്റുപാട്, ഇതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ കുട്ടികളിൽ എങ്ങനെ മാറ്റം വരുത്തുന്ന ഒരു അമ്മയ്ക്ക് നേരത്തെ തന്നെ കണ്ടെത്താൻ പറ്റും. മറ്റൊന്ന്, ഈ കാര്യങ്ങൾ, സാധനങ്ങളൊക്കെ നമ്മൾ സ്പർശിച്ചാണ് അറിയുന്നത്. സ്പർശിച്ച് അതിന്റെ അന്വേഷണം നടത്തുകയാണ് കുട്ടികൾ പലപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോയ്, പ്രവർത്തിക്കുന്ന ഓടുന്ന ഒരു സാധനമാണ്, ഒരു കാറൊക്കെ ആണെങ്കിൽ അത് എങ്ങനെയാണ് ഓടിക്കുന്നത്, അതൊക്കെ കുട്ടി വളരെ ശ്രദ്ധാപൂർവം പഠിക്കും. അത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ചിന്തിച്ച് കാര്യങ്ങൾ വരും. അതിൽ വളരെ മൂർത്തമായ ചില ചിന്താഗതികൾ. ഉദാഹരണം പറയാം, ഒരു കുട്ടിയുടെ അധ്യാപകൻ ചോദിക്കുകയാണ്, നിനക്ക് മൂന്നാമതൊരു കണ്ണുണ്ട്, നീ ആ കണ്ണ് എവിടെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി പറയും, എൻ്റെ നെറ്റിയുടെ നടുക്ക് ആ കണ്ണ്. അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി വിസ്തൃതിയിലെല്ലാം കാണാൻ പറ്റും, മുകളിലേക്കൊക്കെ കാണാൻ പറ്റും, അങ്ങനെ ചുറ്റുപാടുള്ള എല്ലാതും ഇങ്ങനെ ഫ്രണ്ടിലെല്ലാം കാണാൻ പറ്റും. വേറൊരുത്തന്നെ വിചാരിക്കും എൻ്റെ ബാക്കിലാണെങ്കിൽ എനിക്കിപ്പോൾ കാണാൻ പറ്റാത്ത സംഗതികളൊക്കെ എൻ്റെ പുറകിലാണ്, അപ്പം അതുകൊണ്ട് എനിക്കത് എൻ്റെ പുറകൊക്കെ കാണാൻ പറ്റും, ആരെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അപ്പം അങ്ങനെ അങ്ങനെ നമ്മുടെ ചിന്തകൾ അങ്ങനെ പോകും. കുട്ടികൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ബെറ്റർ വേ ഓഫ് തിങ്കിങ്. ഇത് കൂടാതെ കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അവർക്കും ചില തരത്തിലുള്ള എന്താ പറയുക, ഈ വൈകാരികമായിട്ടും അതുപോലെ തന്നെ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളും ഉണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്, മോറൽ ചിന്തകളുണ്ട് അവർക്ക്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നെല്ലാം കുട്ടികൾ സ്വീകരിക്കുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തെ ബാധിക്കും. പക്ഷെ ഒരു മദ്യാസക്തന്റെ കുട്ടിക്ക് ഇതിനൊക്കെ മറികടക്കാനായിട്ട് വളരെയധികം സമയം പിടിക്കും, വളരെ സമയം പിടിക്കും. ഏതാണ് ശരിയായത്, എന്താണ് നല്ലത്, ശരിയായി പ്രവർത്തിക്കുന്നത് എന്താണെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് വളരെയധികം സമയം പിടിക്കും. ചിലപ്പോൾ അത് പ്രായമായി കഴിഞ്ഞിട്ടേ അതിനുള്ള കഴിവൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ രീതിയിലാകുമ്പോൾ എന്താ പറ്റുന്ന, അന്ധമായിട്ടുള്ള ഒരു ഈഗോയിസം, ആ കുട്ടിത്വം വിട്ടുമാറാത്ത ഒരു നിർബന്ധ ബുദ്ധി, അന്ധമായ ഒരു ഈഗോയിസം, മറ്റുള്ളവരായിരിക്കും ചിലപ്പോൾ ലക്ഷ്യം, മറ്റു ഉപദ്രവങ്ങൾ. പിന്നെ നല്ലതും ചീത്തയും തിരിച്ചറിയുന്ന ഒരു സമയം, പക്വതയായിട്ട് ഒരു അഡോളസന്റ്, ഒരു കൗമാരപ്രായത്തിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള സംഗതി ഉണ്ട് നമുക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള വളരെയധികം ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു സമയം. പിന്നെ ബന്ധങ്ങളെ പരസ്പരം കൈമാറുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പരസ്പരം മനസ്സിലാക്കുന്ന, ബഹുമാനിക്കുന്നത്, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് പ്രധാനമായിട്ടും കുടുംബത്തിൽ നിന്നും
അമ്മയിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഇത് കിട്ടും. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിന് ഒരു കുട്ടിയെ സഹായിക്കുന്നത് അമ്മ തന്നെയാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വൈകാരികമായിട്ട് ഒരു മോശപ്പെട്ട അവസ്ഥയിലുള്ള ഒരു അമ്മ തൻ്റെ വികാരങ്ങൾ മുഴുവൻ കുട്ടികളിലേക്ക് പകരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും അത്യാസക്തരെ ഭാര്യമാര് പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. കുട്ടിയെ ശകാരിക്കുക, അടിക്കുക, അതെല്ലാം മറ്റ് അത്യാസക്തനോടുള്ള ദേഷ്യമായിരിക്കും ചിലപ്പോൾ. അടിക്കുക, ശിക്ഷിക്കുക, വലിക്കുക. ഇപ്പൊ നിങ്ങള് ഈ മീഡിയയിലൊക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഒരു വയസ്സുള്ള കുട്ടിയെ ഒക്കെ ഉപദ്രവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതെല്ലാം അഡിക്ഷന്റെ ഒരു ഭാഗം തന്നെയാണത്. അഡിക്ഷൻ അവരെ ബാധിച്ചിട്ട് അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പല കുട്ടികൾക്കും അനുസരണ, ശിക്ഷ, അതുപോലെ സ്വന്തം ഇച്ഛാശക്തി അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ വരിക, മറ്റുള്ളവരും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റായിക, സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്ന് അറിയാൻ പറ്റായിക, ലോക നിയമങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റാതെ വരിക, ഒരു ആന്തരിക ചോദന, അതായത് വല്ലാത്ത ഒരു പ്രേരണ, എനിക്ക് വളർച്ച ഉണ്ടാകുന്ന സംഗതികൾ എന്താണെന്ന് അതിലേക്ക് തിരിയാൻ പറ്റാതിരിക്കുക, നിയമങ്ങളെ അനുസരിക്കാതിരിക്കുക. ഇതൊക്കെ ഒരു നല്ല ചുറ്റുപാടിലല്ലെങ്കിൽ കുട്ടിക്ക് ഇതൊന്നും പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അതിജീവിച്ചാണ് ഒരു മദ്യാസക്തന്റെ മക്കള് വളർന്നു വരുന്നത് ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ്. അപ്പൊ അവർ എത്ര തീവ്രമായിട്ടുള്ള ഒരു യാതനകളിൽ കൂടിയാണ് വളരുന്നതെന്ന് എനിക്ക് നല്ല ഇതായിട്ട് എന്റെ അനുഭവം വെച്ച് തന്നെ എനിക്ക് പറയാൻ പറ്റും. വാസ്തവത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അറിവ് പുസ്തകങ്ങളായിരുന്നു. പുസ്തകങ്ങൾ നൽകിയ അറിവുകള്, ശാസ്ത്രം നൽകിയ അറിവുകള്, അതൊക്കെ വളരെ വളരെ വിലപ്പെട്ടതായിരുന്നു. അത് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ജീവിക്കാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ നമുക്ക് ചെറുതിലേ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ചെറുതിലെ ശിശുവായിരിക്കുമ്പോൾ ഉള്ള എന്തൊക്കെയാണ് ആവശ്യങ്ങൾ? ശിശുവായിരിക്കുമ്പോൾ ഉള്ള ആവശ്യങ്ങൾ നല്ല ഭക്ഷണം, ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം, പരിഗണന, എനിക്ക് ആരോ ഉണ്ട്, കെയർ ടേക്കിംഗ്, എന്നെ സംരക്ഷിക്കുന്ന ഒരാളുണ്ട് എന്നുള്ള എപ്പോഴുള്ള ഒരു ദൃഢമായൊരു വിശ്വാസം. ഈ വിശ്വാസത്തിന് തകരാറ് പറ്റുമ്പോൾ കുട്ടിക്ക് സംശയമാവും, എന്നെ ആള് സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നില്ല, ഈ ആളിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ, വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? ചെറുതാണെങ്കിൽ അത് അങ്ങനെയാണ് വളരുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എങ്ങനെയാണ്? കുട്ടികളെ എപ്പോഴും ശിക്ഷിക്കുക, എപ്പോഴും ചീത്ത വിളിക്കുക, സമയത്ത് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലാതാക്കുക, അവര് ദേഷ്യപ്പെടുക. വലിയ ആൾക്കാർ, ഇപ്പൊ പല സ്ത്രീകളും വിചാരിക്കുന്നത് ഈ കുട്ടികളൊക്കെ ഒരു പോക്കറ്റ് സൈസ് ഡിക്ഷണറി പോലെയാണ്. നമുക്ക് ഡിക്ഷണറി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വലിയ ഡിക്ഷണറി ഉണ്ട്, അതിലെല്ലാം വാക്കുകളൊക്കെ മിക്കവാറുണ്ട്, അതിലർത്ഥമുണ്ട്. പിന്നെ ചെറിയ പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഡിക്ഷണറി ഉണ്ട്, അത് എല്ലാ വിവരവും അതിലും ഉണ്ട്. അപ്പോൾ വലിയ ആളുകൾക്കുള്ള വിവരങ്ങളൊക്കെ ഈ കുട്ടികൾക്കുണ്ടെന്നുള്ള രീതിയിലാണ് പല സ്ത്രീകളും കുട്ടികളോട് പെരുമാറുന്നത്. അതുകൊണ്ട് അനുസരണ വേണം, മറ്റേ എല്ലാ വലിയ ആൾക്കുള്ള എല്ലാ സംഗതികളും കഴിവുകളും കുട്ടിക്ക് വേണം എന്നുള്ള രീതിയിൽ അടിച്ച് പഠിപ്പിച്ച് ഭയങ്കര അവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിലെന്താണോ അതുപോലെ ഒക്കെ നടപ്പിലാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് എന്താണ് അവരുടെ മനസ്സിലുള്ളത്, എന്താകാൻ അവർ ആഗ്രഹിക്കുന്നു, അതിനൊന്നും തിരിച്ചറിയാത്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങളെ നടപ്പിലാക്കുക. ബയോളജിക്കൽ നീഡ്സ് ഉണ്ട്, അതായത് ജൈവപരമായ ആവശ്യങ്ങൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഭക്ഷണം, വസ്ത്രം, സംരക്ഷണം, ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അത് കഴിഞ്ഞാലുള്ള ഒരു ആവശ്യം വസ്ത്രങ്ങൾ വേണം. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും ഒരു സംരക്ഷണത്തിന് നല്ല വസ്ത്രങ്ങൾ വേണം.
പ്രൊട്ടക്ഷൻ വേണം, അതുകൂടാതെ സ്നേഹം വേണം, ബോണ്ടിങ്. സ്നേഹമാണ് ഏറ്റവും വലിയൊരു കവചം വാസ്തവത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ സ്വയം മതിപ്പ് ഒരാവശ്യമാണ്. ഓരോ കുട്ടിക്കും ഒരു സ്വയം മതിപ്പുണ്ട്. എനിക്ക് ഒരു സ്ഥാനമുണ്ട്, ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട്, ഞാൻ പറയുന്ന അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാനം അവനുണ്ട്. ആ സെൽഫ് എസ്റ്റീം എന്ന് പറയും. പിന്നെയാണ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം വരുന്നത്. ആ വിദ്യാഭ്യാസത്തിൽ അവൻ്റേതായിട്ടുള്ള ഇച്ഛകള്, അവന് സന്തോഷങ്ങള്, കഴിവുകൾ കൂടുതലുള്ള ഒരു ഒരു എന്താ പറയണ ഒരു പ്രത്യേക ഇതിലേക്ക് അവനെ പ്രചോദനങ്ങൾ കൊടുത്ത്, മോട്ടിവേഷൻ കൊടുത്ത് മുന്നോട്ട് നയിക്കുക. ഇതൊക്കെയാണ് ആവശ്യങ്ങൾ. ഇങ്ങനെ വിദ്യാഭ്യാസം ശരിയായി ലഭിച്ചു കഴിയുമ്പോൾ ഞാനെന്തോ എനിക്കെന്തോ കിട്ടിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ്, അത് ഞാൻ എങ്ങനെ കൊടുക്കണം, ഈ സമൂഹത്തിന് എങ്ങനെ കൊടുക്കണം, എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, ഇതൊക്കെയാണ് ഒരു യൗവനത്തിൽ ഒരു പക്വതയാർജിക്കുന്ന ഒരു കുട്ടി ചെയ്യുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ഉത്തരവാദിത്വം എന്താണ്, എൻ്റെ ജോലി എന്താണ്, റെസ്പോൺസിബിലിറ്റി. പിന്നെ എനിക്ക് സമൂഹത്തിനോട് എന്താണ് കടപ്പാടുള്ളത്, അവരെൻ്റെ ആരൊക്കെയാണ്. ഇങ്ങനെയാണ് കുട്ടി വളർന്നു വരുന്നത്. അപ്പൊ ഇതിലൊക്കെ എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുട്ടിക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവും. ആ ബ്രേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ് ആൽക്കഹോളിസം. ഞാൻ നേരത്തെ പറഞ്ഞ ആ അവസ്ഥ. അപ്പൊ ഇത് കൂടാതെ കുട്ടി വളരുമ്പോൾ ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് കുട്ടി വളർന്നു വരുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ സംശയം, ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള സംശയം. പിന്നെ വേറൊന്ന്, ഞാൻ ചെയ്യുന്നത് ശരിയാവുമോ, ശരിയാകാതെ പോവോ. പല ആൾക്കാർ ഈ ശകാരിക്കുന്ന രക്ഷകർത്താക്കള് പലപ്പോഴും കുട്ടി ചെയ്യുന്നത് തെറ്റാണെന്നുള്ള എപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവൻ ചെയ്തത് ശരിയല്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രായപൂർത്തിയായ ആള് ചെയ്യുന്ന സംഗതിയാണ് കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് എപ്പോഴും സംശയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാതെ, ഞാൻ ചെയ്തത് ശരിയാവില്ല, ഗിൽറ്റ്, ഒരു കുറ്റബോധം എപ്പോഴും അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അടുത്തൊരു സ്റ്റേജില് ഇത് കൂടെ ഉത്സാഹം ഇല്ലാതാവും. മുന്നിൽ ഒരു ഉത്സാഹം ഇല്ലാതെ ഒരു സ്വഭാവം, പിന്നെ ഒരു അധമ മനോഭാവം, ഞാൻ ഒന്നും ചെയ്താലൊന്നും ശരിയാവില്ല. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയ്ക്കാണ് കുട്ടി സ്വന്തം മനസ്സിൽ ഇതിനോട് യുദ്ധം ചെയ്തിട്ടാണ് ഒരു നല്ല ലെവലിലേക്ക് വരുന്നത്. അപ്പൊ ഒന്ന് ഉത്സാഹമില്ലായ്മ, കുറ്റബോധം, ഒന്ന് ഉത്സാഹം. ഇത് രണ്ടും ഒരാളിലുണ്ട്. ഇത് രണ്ടിനോടും കുട്ടി അവൻ്റെതായിട്ടുള്ള ഒരു യുദ്ധം ചെയ്തിട്ട് അവൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിത്വം അതിൽ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയാണ് അവൻ വളരുന്നത്. പിന്നെ നമ്മള് വളർച്ചയിൽ നമ്മൾ പക്വത ആർജിച്ച് ഈവൻ നമ്മുടെ പ്രായപൂർത്തിയാകുന്ന അവസരത്തിൽ നമ്മുടെ ഉള്ളിലൊരു കുട്ടിത്തരം ഉണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ വലുതാവുന്ന ആൾക്കാർ, ഇപ്പോൾ 60 70 വയസ്സൊക്കെ ആയ ആൾക്കാരിൽ പോലും എപ്പോഴും എൻ്റെ ജീവിതം ഇങ്ങനെ ഒഴുക്കില്ലാത്തൊരു വെള്ളം പോലെ കെട്ടി നിന്ന് അതൊരു ഗുണമില്ലാതെ ആയിപ്പോയി, അല്ലെങ്കിൽ നിരാശ, ഭയങ്കരമായൊരു നിരാശ, ഒന്നും ശരിയായില്ല, ഈ ജീവിതം ശരിയായില്ല എന്നുള്ളൊരു. പക്ഷെ ഇതിന് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. അതായത്, എനിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ ചെയ്തു, ഇനി എന്നെ മരണം കീഴ്പ്പെടുത്തിയാലും അതിൽ ദുഃഖിക്കാനൊന്നുമില്ല, ഞാൻ ചെയ്തതെല്ലാം അർത്ഥവത്തായിട്ടുള്ള സംഗതികളാണ്, അത് എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തു. ഇങ്ങനെ ഒരു ചിന്തയാണ് അവസാനം വരുന്നത്. അപ്പോൾ ഒരു കുട്ടി വലുതായതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ അവസാനം ചിന്തിക്കുന്നത്. ഒരു പ്രായമാകുമ്പോൾ നിങ്ങളൊരു കുട്ടിയായിട്ട് തന്നെ മാറുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്വന്തം അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും, നേതൃത്വം കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് അവസാനം നമ്മൾ സംഭവിക്കുന്നത്.
അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ ഈ ഒരു വിഷയം പണ്ട് ഞാൻ പഠിച്ച ഒരു കാര്യം ഓർത്തുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം പറയുന്നത്. കാരണം ഇത് പെട്ടെന്ന് കിട്ടിയ ഒരു ടോപ്പിക്കാണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും ഈ വിഷയം എനിക്ക് തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ഹരിദാസിനെ എല്ലാ സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ.